ഹലോ ഗൈസ്, നമ്മളങ്ങനെ വെളുപ്പിനെ എണീറ്റിരിക്കുകയാണ് കേട്ടോ. വെളുപ്പിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമയം 4:45 കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇപ്പോഴത്തെ ഒരു ലുക്കൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 6-6:30 ലുക്കില്ലേ. ഇത്ര വെളുപ്പിനൊക്കെ എണീക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കാണും. എന്താണെന്ന് പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തിട്ടുള്ള ബീച്ച് റിസോർട്ടാണ് ഈ കാണുന്നത്. രാവിലെയാണ് ഇവിടേക്ക് ഒന്ന് വിശദമായിട്ട് കാണുന്നത്. ഇത്ര വെളുപ്പിനെ നമ്മൾ പോകുന്നത് ഈ റിസോർട്ടിനോട് ചേർന്നിട്ടുള്ള ബീച്ചിലേക്ക് തന്നെയാണ് കേട്ടോ. സൂര്യോദയം കാണാനായിട്ടാണ്. നമ്മൾ ഇന്നലെ തന്നെ ചോദിച്ചിരുന്നു ഇവിടുത്തെ സൺറൈസിൻ്റെ സമയമൊക്കെ എപ്പോഴാണെന്നുള്ളത്. അപ്പോൾ വെളുപ്പിന് 5 മണിയൊക്കെ കഴിയുമെന്ന് പറഞ്ഞു കേട്ടതുകൊണ്ട് ആ സമയപ്പോഴത്തേക്ക് നമ്മളോട് വന്നിരിക്കുകയാണ് കേട്ടോ. മറ്റാരും തന്നെ ഇല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. കടലൊക്കെ വളരെ ശാന്തമായിട്ട് ഇറങ്ങി കിടക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ മണലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തോ അരിപ്പൊടിയൊക്കെ പോലത്തെ അത്രയും നൈസായിട്ടുള്ളൊരു തരം വെള്ള മണലാണ് കേട്ടോ. നമ്മളങ്ങനെ കുറച്ച് നേരമൊക്കെ ഇതിലേക്ക് ചുറ്റിക്കറങ്ങി നടന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ആസ്വദിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ മെല്ലെ സൂര്യൻ പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ. അങ്ങനെ നല്ലൊരു ശാന്തമായ അന്തരീക്ഷത്തിൽ നമ്മൾ അങ്ങനെ സൂര്യോദയമൊക്കെ കണ്ട് ആസ്വദിച്ചിട്ടു. അപ്പോൾ ഇവിടെ കിടന്ന് ഉറങ്ങിപ്പോയിരുന്നെങ്കിൽ ഈ ഒരു കാര്യം നമുക്ക് മിസ്സായി പോയേനെ. അപ്പോൾ രാവിലെ ഇങ്ങനെ കാണുന്നത് എന്ത് രസമാണെന്ന് അറിയോ. പ്രത്യേകിച്ച് ഇവിടെ വേറെ തിരക്കുകളൊന്നുമില്ല. പിന്നെ സൂര്യൻ ഉദിച്ചതിന് ശേഷം കടലിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. തിരകളൊക്കെ കുറച്ചും കൂടെ മേലോട്ട് കയറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നിന്ന സ്ഥലത്തേക്കൊക്കെ പോയി വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ സൈഡിൽ മൊത്തം മരങ്ങൾ ഇങ്ങനെ കൊമ്പുകൾ കടലിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അവിടേക്കൊക്കെ വെള്ളം കയറി വരുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്, പറഞ്ഞറിയിക്കാൻ കഴിയില്ല. തുടക്കത്തിൽ പറയാൻ പറഞ്ഞാൽ ഇപ്പോൾ നമ്മളുള്ളത് ഹാവ്ലോക്ക് ഐലൻഡിലെ എൽ ഡൊറാഡോ ബീച്ച് റിസോർട്ടിലാണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡമാനിൽ എത്തിയിട്ടുള്ള 3-ാമത്തെ ദിവസം രാവിലെയാണ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അപ്പു ഉണർന്നു വന്നു. സൺറൈസ് ഒക്കെ കണ്ടു കഴിഞ്ഞ് നല്ലൊരു അന്തരീക്ഷത്തിൽ ഏതായാലും ബീച്ചിലിറങ്ങി കുളിക്കണം എന്നുള്ള മോഹയെ കെട്ടിയവന്. അങ്ങനെ ഏതായാലും ടവലൊക്കെ എടുത്തു വന്നിട്ട് ബീച്ചിലിറങ്ങി കുളിക്കാൻ കേട്ടോ. ഒത്തിരി ആഴമില്ല. തുടക്കത്തിൽ കുറേ ഭാഗത്തേക്ക് അങ്ങോട്ടൊക്കെ ഇറങ്ങി ചെല്ലാം. പക്ഷേ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഡ്രസ്സ് നനയുമല്ലോ എന്നുള്ളൊരു സങ്കടം ഓർത്തിട്ട് ഇറങ്ങാതിരിക്കുകയാണ്. കാരണം നമുക്കിന്ന് ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഡ്രസ്സ് നനഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കൊണ്ടു നടക്കാനൊക്കെ പാടായതുകൊണ്ട് തന്നെ സൈഡിലൂടെ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് എൻ്റെ സമയം ഞാൻ നീക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ അമ്മയും വന്നു. പിന്നെ ഏതായാലും അപ്പവും അച്ചുവേട്ടനൊക്കെ ബീച്ചിലൊക്കെ ഇറങ്ങി കുളിച്ചൊക്കെ കഴിഞ്ഞ് വന്നു. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കരയ്ക്ക് നിന്നതേ ഉള്ളൂ. അതവിടെ പോയിരുന്നു ജീവനുണ്ടേന്. ഓരോ തവണ തിരയടിക്കുമ്പോഴും ഇവിടെ ഇങ്ങനെ ജെല്ലി ഫിഷ് വന്ന് കയറുന്നുണ്ട്. അപ്പോൾ കൗതുകം കൊണ്ട് അതൊന്ന് എടുത്ത് കയ്യിലെടുത്ത് നോക്കുകയാണ്. താഴോട്ട് ഒരു 7-7:30 ആയപ്പോഴത്തേക്കും തിരയൊക്കെ നന്നായിട്ട് കരയിലോട്ട് കയറി അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഏതായാലും ബീച്ചിലെ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഏതായാലും റൂമിൽ ചെന്ന് ഒന്നും കൂടെ കുളിച്ച് ഫ്രഷായി പിന്നെ പോകാനുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നമ്മളങ്ങനെ ഭക്ഷണം കഴിക്കാണ്ട് പോകണം. അപ്പോൾ രാവിലെ ചെന്നപ്പോഴേക്കും അവിടെ ഫുഡ് ആവുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും പുതിയ ഡ്രസ്സൊക്കെ ഇട്ടാൽ ബീച്ചിന് സൈഡിൽ പോയി 2 ഫോട്ടോ എടുക്കാന്നുള്ള മോഹത്തോട് കൂടി ആ കരയിലോട്ട് പിന്നെ ഓടുകയാണ്. ചെരുപ്പൂരി പൊടി പോത്തേ. ഇവിടെ കരയിൽ ഇങ്ങനെ കുറേ ജെല്ലി ഫിഷ് കിടപ്പുണ്ടാവും കേട്ടോ. എനിക്ക് എന്തൊരു സാധാരണ തോന്നിയിട്ട് ഒട്ടും ഓർക്കാപ്പുറത്ത് ഞാനതിൽ ഇതിനെടുത്ത് ബീച്ചോട്ട് ഇറങ്ങിയതാണ്. തിര വന്ന് അടിച്ച് കയറി എൻ്റെ ഷൂ മൊത്തം നനഞ്ഞത് ഉണങ്ങിയില്ലല്ലോ എന്ന സങ്കടത്തോട് കൂടിയിട്ടാണ് ഞാൻ പിന്നെ നടക്കുന്നത്. ഇനിയിപ്പോൾ ഈ നനഞ്ഞ ഷൂ ഇട്ട് വേണം ഇതിലൊക്കെ നടക്കാനായിട്ട്. അപ്പോഴേക്കും അതിൽ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ബൊഫേ ആയിരുന്നു. ബ്രെഡ്, ബട്ടർ, ജാം, പോഹ, പൊറോട്ട, കടലക്കറി തുടങ്ങി അങ്ങനത്തെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടായിരുന്നു.
ബ്രെഡും ജാമും പോഹയാണ് കേട്ടോ ഞാൻ എടുത്തത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം നമ്മളെ കൂട്ടാനായിട്ട് ഡ്രൈവർ വന്നു. അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറി പോകുന്ന വഴിക്ക് നമുക്കുണ്ടായ ചെറിയൊരു അനുഭവമാണ് കേട്ടോ. നമ്മളിപ്പുറത്തെ ബസ്സോടെ സ്ലോയിൽ പോകുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിർത്തിയിട്ടുണ്ടായിരുന്നൊരു ഓട്ടോ അവിടുന്ന് ഉരുണ്ട് വന്ന് നമ്മുടെ കാറിനിട്ട് വന്ന് ഒരൊറ്റയിടി. ഭാഗ്യത്തിന് രണ്ട് കൂട്ടർക്കും വലിയ കുഴപ്പമൊന്നും പറ്റിയില്ല. അങ്ങനെ ഡ്രൈവർ പിന്നെ ഇറങ്ങി അവിടുത്തെ ഡ്രൈവർ വന്ന് ആ വണ്ടി നേരെ തിരിച്ചു മാറ്റിയിട്ടു. അങ്ങനെ കുറച്ച് സംസാരമൊക്കെ ഉണ്ടായി. അതിനുശേഷം നമ്മൾ ഏതായാലും യാത്ര തുടർന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഹാവ്ലോക്ക് ജെട്ടിയിലേക്കാണ്. അവിടുന്ന് നമ്മളിന്ന് എലിഫൻറ്റ് ബീച്ചിലേക്കാണ് കേട്ടോ പോകുന്നത്. നമുക്കിന്ന് കുറേ വാട്ടർ സ്പോർട്സ് ഐറ്റംസ് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ ടിക്കറ്റൊക്കെ ഇവിടെ നിന്നാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിലൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടെ മറക്കല്ലേ. ഓക്കെ ബൈ.